ദശകം 22. അജാമിളോപാഖ്യാനം. വൃത്തം വംശസ്ഥം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മഭധാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. അല്ലയോ ഭഗവൻ, പണ്ട് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവനും ആയ അജാമിളൻ എന്നു പേരായ ബ്രാഹ്മണൻ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കാട്ടിൽ പോയ സമയത്ത് മതവിഹ്വലയും ഒന്നും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവത്തോടു കൂടിയവളും പാതിവൃത്യമില്ലാത്തവളുമായ ഒരു സ്ത്രീയെ കാണാനിടയായി. സ്വതഃപ്രശാന്തോപി തഥാ ഹൃദാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദദൗ ഭവന്നാമയുതേ സുതേരതിം. സ്വഭാവത്താൽ ശാന്ത സ്വഭാവിയായിരുന്നുവെങ്കിലും ആ കുലടയാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായി തൻ്റെ ധർമ്മത്തെ ഉപേക്ഷിച്ചു അവളുമൊത്ത് ക്രീഡിച്ചുകൊണ്ടും അധർമ്മകൃത്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരുന്ന അവൻ വൃദ്ധനായിത്തീർന്നപ്പോൾ അങ്ങയുടെ നാമമുള്ള പുത്രനിൽ സ്നേഹമുള്ളവനായിത്തീർന്നു. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീലം വിലക്ഷയൻ ഭിയാ പുരാമനാക്തുസ്മൃതിവാസനാബലാത് ജുഹാവനാരായണ നാമകം സുതം. അദ്ദേഹം മരണസമയമായപ്പോൾ ഭയങ്കരന്മായ 3 യമഭടന്മാരെ കാണുന്നവനായിട്ട് ഭയം മൂലം പണ്ടുണ്ടായിരുന്ന അല്പമായ അങ്ങയുടെ സ്മരണയുടെ വാസനയുടെ ബലം ഹേതുവായി നാരായണൻ എന്നുപേരായ പുത്രനെ വിളിച്ചു. യമഭടന്മാരെ കണ്ട് ഭയപ്പെട്ടിട്ട് വിളിച്ചത് തൻ്റെ പുത്രനെയാണെങ്കിലും അത് നാരായണ എന്നായത് പൂർവ്വവാസനാബലം തന്നെ. ഒരിക്കലെങ്കിലും ഭഗവത് സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യം ആപത്ത് വരുമ്പോൾ രക്ഷയ്ക്കെത്തുക തന്നെ ചെയ്യും. ദുരാശയസ്യാപി തദാധ്വനിർഗതാ തുദീയനാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാഃ. അപ്പോൾ പുറത്തേക്കു വന്ന അങ്ങയുടെ നാമാക്ഷരങ്ങളുടെ മഹാത്മ്യം നിമിത്തം ദുർബുദ്ധിയാണെങ്കിലും അവൻ്റെ മുൻഭാഗത്തായി 4 കൈയുള്ളവരും മഞ്ഞപ്പട്ടു ധരിച്ചവരും മനോഹര രൂപമുള്ളവരുമായ അങ്ങയുടെ പാർഷദന്മാർ പെട്ടെന്ന് ആവിർഭവിച്ചു. ഭഗവാനെ സങ്കല്പിക്കാതെയെങ്കിലും ഭഗവൻ നാമം ഉച്ചരിക്കുക മാത്രം കൊണ്ട് തന്നെ വിഷ്ണു പാർഷദന്മാർ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് പാഞ്ഞെത്തി. അത് നാമത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരു ദുർബലാദമീം നിവാരിതാസ്തേജഭവജ്ജനൈസ്തഥാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ഈ വിഷ്ണു പാർഷദന്മാർ അജാമിളനെ കയറുകൊണ്ട് ബന്ധിച്ച് വലിച്ചിഴയ്ക്കുന്ന യമകിങ്കരന്മാരെ ഇദ്ദേഹത്തെ വിടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ചു തടുത്തു. അങ്ങയുടെ പാർഷദന്മാരാൽ തടുക്കപ്പെട്ട യമഭടന്മാർ അജാമിളന്റെ പാപകർമ്മങ്ങൾ മുഴുവൻ പറഞ്ഞറിയിച്ചു. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ നനിഷ്കൃതി കിം വിദിതാ ഭവാദൃശം ഇതി പ്രഭോ തുത്പുരുഷാ ബഭാഷിരേ. പാപങ്ങളുണ്ടെന്നിരിക്കട്ടെ, എന്നാലല്ലയോ പണ്ഡിതാഭിമാനികളെ, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും ശിക്ഷ എങ്ങനെയുണ്ടാകുന്നു? നിങ്ങളെപ്പോലുള്ളവർക്കു പോലും പ്രായശ്ചിത്തം അറിയപ്പെടാത്തതാണോ എന്നിങ്ങനെ അല്ലയോ പ്രഭു അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു. ഭഗവൻ നാമോച്ചാരണം സർവപാപങ്ങൾക്കുമുള്ള പരിഹാരമാണെന്നറിയാത്ത നിങ്ങളാണോ പണ്ഡിതന്മാർ എന്ന് അഭിമാനിക്കുന്നതെന്ന്. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാദു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ തുത്പുരുഷാ ബഭാഷിരേ. വേദങ്ങളാലും ശാസ്ത്രങ്ങളാലും വിധിക്കപ്പെട്ട വ്രതങ്ങളും മറ്റും പാപത്തെ കളഞ്ഞ് ശുദ്ധീകരിക്കുന്നു. എന്നാൽ പാപം ചെയ്യുവാനുള്ള വാസനയെ ഉന്മൂലനം ചെയ്യുന്നില്ല. വിഷ്ണുഭജനമാകട്ടെ ഈ രണ്ടിനെയും ഛേദിച്ചു കളയുന്നു എന്നിങ്ങനെ. അല്ലയോ പ്രഭു,
അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു. അനേന ഭോ ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു നിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമഭയാകുലോ ഹരേഃ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. അല്ലയോ ഭടന്മാരെ, ഇദ്ദേഹത്താൽ 1000 കോടി ജന്മങ്ങളിൽ ചെയ്യപ്പെട്ട പാപങ്ങൾക്കു പോലും പ്രായശ്ചിത്തം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. യാതൊരു കാരണമെന്തെന്നാൽ ഇദ്ദേഹം ഭയസന്ത്രസ്തനായിട്ട് വിഷ്ണു ഭഗവാന്റെ നാമധേയത്തെ ഉച്ചരിച്ചിരിക്കുന്നു എന്നിങ്ങനെ അല്ലയോ പ്രഭോ അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു. നൃണാമ ബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യഗൗഘാൻ മഹിമാസ്യ താദൃശഃ യഥാഗ്നിരേധാംസി യഥൗഷധം ഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. മനുഷ്യന്മാരുടെ അറിവോടുകൂടെയല്ലാത്തതെങ്കിലും ഭഗവാന്റെ നാമോച്ചാരണം പാപസമൂഹങ്ങളെ അഗ്നി വിറകിനെ എപ്രകാരമാണോ അപ്രകാരവും ഔഷധം രോഗങ്ങളെ എപ്രകാരമോ അപ്രകാരവും ദഹിപ്പിച്ചു കളയുന്നു. നാമോച്ചാരണത്തിൻ്റെ മാഹാത്മ്യം അത്തരത്തിലുള്ളതാകുന്നു എന്നിങ്ങനെ അല്ലയോ പ്രഭു അങ്ങയുടെ പാർഷദന്മാർ പറഞ്ഞു. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാഭിഭവദ്ഭടൈരസൗ. പ്രകാരം പറയപ്പെട്ടവരായ യമകങ്കരന്മാർ അവിടം വിട്ടുപോവുകയും അങ്ങയുടെ പാർഷദന്മാർ തിരോധാനം ചെയ്യുകയും ചെയ്തപ്പോൾ കുറേ കാലം അങ്ങയുടെ സ്മരണയെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നവനായ ജാമിളൻ അങ്ങയുടെ കിങ്കരന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെട്ടു. സ്വകിങ്കരാവേദനശങ്കിതോ യമഃ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛഗൈഃ സദേവ വാതാലയനാഥ പാഹി മാം. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തൻ്റെ ഭൃത്യന്മാർ പറഞ്ഞറിയിച്ച ഈ സംഭവം അറിഞ്ഞ് ശങ്കാകുലനായ യമധർമ്മരാജാവ് അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തിയുള്ളവരുടെ സമീപത്തേക്ക് ചെല്ലരുതെന്ന് സ്വന്തം ഭൃത്യന്മാരെ ഉച്ചത്തിൽ ശാസിച്ചു. അല്ലയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാഥനായിരിക്കുന്ന ദേവ, അപ്രകാരമുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.